ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിൻ്റെ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ അത്യന്തം ഭീഷണമായി കൊണ്ടിരിക്കുന്ന അതിഗൗരവമായ ഒരു കാര്യമാണ് ലഹരി, രാസലഹരി കൊണ്ട് സമൂഹം നേരിടുന്ന അതിഭയങ്കരമായ വിപത്ത്. ലഹരിക്കെതിരായ ലഹരിയുടെ വിപത്തുകളെയും അതിൻ്റെ ഭയാനകമായ വരുന്നരങ്ങളെ കുറിച്ചും വളരെയധികം ബോധവാന്മാരാണ് നമ്മൾ പൊതുസമൂഹമെങ്കിലും ലഹരിയുടെ ഈ അമിതമായിട്ടുള്ള സമൂഹത്തിൽ കടന്നുകയറ്റം എത്രമാത്രം ഭീഷണമായിരിക്കുന്നുവെന്ന് അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉൾക്കൊള്ളുന്നുവെന്ന് ഇപ്പോഴും സംശയകരമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട് ഒന്നായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അടുത്ത തലമുറയുടെ വിഷയമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഈയാപ്പാറ്റകളെ പോലെയാണ് അതിലേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ മദ്യത്തിൽ നമുക്ക് തിരിച്ചു പോവാം, പക്ഷേ രാസലഹരിയിൽ നിന്നുള്ള തിരിച്ചു പോകൽ അതികഠിനമാണ്. അപ്പോൾ അതിൻ്റെ ജാഗ്രത നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അതിന് ഇനിയും അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതോടെ ക്ഷണിച്ചു. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതായാലും നമുക്ക് 3 ടൈപ്പ് ലഹരിയെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് റെഗുലേറ്റർ ലഹരി എന്ന് പറയാം, അതായത് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരി. രണ്ടാമത് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ബേജാറുള്ളത്. മൂന്നാമത്തെ ലഹരികളുണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞു. ഈ റെഗുലേറ്റർ ലഹരിക്കകത്ത് പെടുന്നതാണ് നമ്മുടെ പുകയില വസ്തുക്കൾ, അല്ലേ? പുകയില വസ്തുക്കൾ അല്ലെങ്കിൽ സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് നിരോധനമുണ്ടോ? ഇല്ല. അതിന്റെ നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല. സിഗരറ്റ് പൊതുസ്ഥലത്ത് വലിക്കാൻ പാടില്ല, വലിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസ്. അത് സ്വകാര്യമായിട്ട് വാങ്ങിക്കുന്നതിനോ 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് വാങ്ങിക്കുന്നതിനോ നിരോധനമില്ല. കാരണം അത് ചെറിയ ചെറിയ ലഹരി പദാർത്ഥം. അതല്ലെങ്കിൽ നമ്മൾ മദ്യം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമെന്നല്ല, മദ്യം ഉപയോഗിക്കുന്നതിന് നിരോധനമില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നതിനാണ് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ. എങ്ങനെ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന്, പ്രായപൂർത്തിയായവരായിരിക്കണം. നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനം ബീവറേജ് അല്ലെങ്കിൽ സർക്കാർ അനുമതിയോട് തുറന്നിരിക്കുന്ന ബാറുകൾ, ഇവിടുന്ന് ഒന്നുകിൽ ബാറിൽ പോയി എന്ന് മദ്യപിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബീവറേജ് കോർപ്പറേഷനിൽ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് സ്വകാര്യമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി നമ്മൾ സ്വന്തം വീട്ടിൽ പോയി മദ്യപിക്കുക. പൊതുസ്ഥലത്തിൽ നിന്ന് മദ്യപിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മദ്യപിച്ച് പൊതുസ്ഥലത്ത് അലമ്പുണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് നമ്മുടെ മരുന്നുകൾ ശരിക്കും ഡ്രഗ്സാണ്. ഈ പറയുന്ന രാസലഹരി എന്നൊക്കെ പറയുന്നതെല്ലാം ഡ്രഗ്സായിട്ട് കണ്ടുപിടിച്ചത് തന്നെയാണ്. ക്യാൻസറിന്, വേദനയ്ക്ക്, ഇങ്ങനെയുള്ള മരുന്നുകൾക്കായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങൾ തന്നെ ഒന്നുകിൽ അത് അതിൻ്റെ വീര്യം കൂട്ടിയോ അല്ലെങ്കിൽ കൂടിയ അളവിലോ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ രാസലഹരിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ രാസലഹരി അല്ലെങ്കിൽ ലഹരി വ്യാപാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലെ വാർത്തകളൊക്കെ പറഞ്ഞില്ലേ, ലഹരി വ്യാപാരത്തിന്റെ ഒരു ശക്തിയെക്കുറിച്ച്, വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. ലോകത്തിൽ തന്നെ 2ാമത്തെ വ്യാപാരമാണ് പറയുന്നത്. ഏറ്റവും വലിയ വ്യാപാരം ആയുധ വ്യാപാരമാണ്. ഇതൊന്നും കണക്കൊണ്ട് പറയുന്നില്ല കേട്ടോ, നമ്മൾ കേരളത്തിൽ കൊണ്ട് പറയുന്നത്. നിങ്ങൾ നാളെ ഇതെടുത്ത് വെച്ച് ഗൂഗിളെടുത്ത് വെച്ച് നോക്കുന്നത് 2ാമത്തെ വ്യാപാരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് അനധികൃത വ്യാപാരമാണ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ വ്യാപാരം, പ്രത്യേകിച്ച് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിൽ പോലീസിനോ പട്ടാളത്തിനോ പോലും കയറാൻ പാടില്ല. ഇന്ന് പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞ് വായിച്ചു കേട്ടിട്ടുണ്ടാവും. ഒരു പ്രദേശം മുഴുവൻ അടിപൊളിയായിട്ട് വെച്ചുകൊണ്ടിരുന്ന ആളാണ്. ജയിലിൽ കൊണ്ട് പാർപ്പിച്ചിട്ട് ആ ജയിലിൽ സ്വന്തം ഹെലികോപ്റ്ററെ വന്നിട്ട് അവിടെ നിന്ന് ഗാർഡന്മാരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെട്ടു പോയ ആളാണ് പാബ്ലോ എസ്കോബാർ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ മാനുഫാക്ചറിംഗ് ഡ്രഗ്സ് വരുന്നത്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, തുടർച്ചയായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ തലത്തിലും ഒരുക്കിയിട്ടുള്ളത്.
നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഒരു ലഹരി മുക്തമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മൾ നിർത്തിക്കൂടാ. നിരന്തരം നമ്മൾ പ്രവർത്തിച്ചാൽ അതിനൊരു ഫലം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, മറ്റ് മേഖലകൾ, അതായത് ഇത്തരത്തിലുള്ള ഗ്രന്ഥശാലകൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി എല്ലാ ഗ്രന്ഥശാലകളിലും നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥശാലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിവിൻ്റെ ഇടങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലഹരിയിലേക്ക് വഴുതി പോകുന്ന കുട്ടികൾ, നേരത്തെ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ യുവതലമുറകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ സംഘടിപ്പിക്കുകയും, അത് വായന എന്ന് പറയുന്നത് ഒരു ലഹരി തന്നെയാണ്. പുസ്തകങ്ങൾ ചർച്ച ചെയ്യുക, അതിലേക്ക് ഇത്തരത്തിലുള്ള യുവതലമുറകളെ ആകർഷിക്കുക, അവരുടെ പ്രവൃത്തികളിലും ചിന്തകളിലും മാറ്റമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഇത്തരത്തിൽ കുറേ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന്, ഗ്രന്ഥശാലകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ നമുക്ക് അവരിലും കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുകയും ഓരോരുത്തരുടെ സംശയങ്ങൾ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉചിത ഏരിയയായിട്ടിരിക്കുക ഫസ്റ്റ് ടീച്ചർ, ഗ്രന്ഥശാലയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, വേദിയിലും സദസ്സിലിരിക്കുന്നതാണ് ബഹുമാനികളെ, എല്ലാവർക്കും പരിപാടിയുടെ പേരിൽ അദ്ദേഹം